കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാലിന് നിർണായക പദവി ലഭിക്കുമെന്ന് ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി കേന്ദ്രീകരിച്ചാണല്ലോ ആ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതിനിടയിലാണ് മറ്റൊരു ചോദ്യം. കാരണം അവരുടെ സഹോദരൻ മുരളീധരൻ ബി.ജെ.പിയിലേക്ക് വരുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. ഏറെ നാളായി കേരള രാഷ്ട്രീയത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. പലരും ചോദിക്കുന്നു, കെ മുരളീധരൻ ബി.ജെ.പിയിലേക്ക് വരുമോ? ഈ പത്മജ വന്ന കാലത്ത് മുരളീധരൻ അതിനെതിരെ ഒരു പ്രതികരണം നടത്തി. ആ പ്രതികരണത്തിന് മറുപടിയായിട്ട് അന്ന് ബി.ജെ.പി നേതാവ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്, ഭാവിയിൽ ഇദ്ദേഹത്തെ മുരളീധരൻ ജി എന്ന് വിളിക്കേണ്ടി വരും, അതുകൊണ്ട് ഞാൻ ഇതിന് മറുപടി പറയുന്നില്ല എന്നാണ്. അന്ന് അത് തന്നെ ഒരു വലിയ ചർച്ചയായി, ആ ശോഭാ സുരേന്ദ്രൻ്റെ മറുപടി. അപ്പോൾ ശരിക്കും ഇതേക്കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ മുരളീധരൻ പറയുന്ന മറുപടി, ഒരു കാരണവശാലും ഞാൻ ബി.ജെ.പിയിലേക്ക് പോകില്ല എന്നാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇനി ബി.ജെ.പിയിലേക്കല്ലാതെ ഈ കോൺഗ്രസ്സിൽ നിന്നതുകൊണ്ട് ഒരു ഭാവി ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ നിരീക്ഷണമാണ് പറയുന്നത്. നോക്കൂ, അദ്ദേഹം തൃശ്ശൂരിൽ തോറ്റു. തൃശ്ശൂരിൽ പൊതുവെ കെ കരുണാകരനും, അതായത് ലീഡറാണ്, തൃശ്ശൂരാക്കി മാറ്റുന്നതിൽ, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാക്കി മാറ്റുന്നതിൽ ലീഡറുടെ പങ്ക് വളരെ നിർണായകമാണ്. സത്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്, കോഴിക്കോടാണോ തൃശ്ശൂരാണോ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാകേണ്ടത് എന്ന് ചോദിച്ചാൽ എൻ്റെ മറുപടി കോഴിക്കോടല്ലേ, കോഴിക്കോടിനാണ് സാധ്യത കൂടുതൽ എന്നാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ തൃശ്ശൂരിന് ഈ കേരള ഭൂപടത്തിൽ ഒരു സവിശേഷമായ സ്ഥാനം ചാർത്തി കൊടുക്കുന്നതിൽ കെ കരുണാകരൻ വഹിച്ച പങ്ക് ചെറുതല്ല. പക്ഷേ അദ്ദേഹത്തിന് തൃശ്ശൂർ സമ്മാനിച്ചത് എന്നും പരാജയങ്ങളാണ്. അദ്ദേഹം പരാജയപ്പെട്ടു, മാത്രമല്ല കുടുംബത്തോടു കൂടി. അതെ, അദ്ദേഹം പരാജയപ്പെട്ടു, മകള് പരാജയപ്പെട്ടു, മകനും പരാജയപ്പെട്ടു. ഇത്തരത്തിൽ പത്മജ അവിടെ 2 തവണ പരാജയപ്പെട്ടു. മൂന്നപുരത്തുനിന്ന് ലോക്സഭയിലേക്ക് പരാജയപ്പെട്ടു 2004. 2021 തൃശ്ശൂരിൽ നിന്ന് സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിച്ചു, അവിടെയും തോറ്റു എന്നുള്ളതിനേക്കാൾ പത്മജയെ തോൽപ്പിച്ചു എന്നുള്ളതാണ് സത്യം. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ കെ കരുണാകരനും കുടുംബത്തിനും തൃശ്ശൂരിൽ നിന്ന് തിരിച്ചടികൾ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. കൈപ്പേറിയ അനുഭവങ്ങളാണ്, മധുരിക്കുന്ന ഓർമ്മകളല്ല അവർക്ക് തൃശ്ശൂർ സമ്മാനിച്ചത്. അങ്ങനെ തൃശ്ശൂരിൽ വന്ന് മത്സരിച്ച് തോറ്റ കെ മുരളീധരൻ അവിടുന്ന് പിന്നെ അടുത്തത് അദ്ദേഹം ലക്ഷ്യമിട്ടത് പാലക്കാടായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് പാലക്കാട് വഴി കടന്നു കയറാം എന്ന് അദ്ദേഹം കണക്ക് കൂട്ടി. പക്ഷേ മാത്രമല്ല, പാലക്കാട് DCC അദ്ദേഹത്തിൻ്റെ പേരാണ് നിർദ്ദേശിച്ചത്. അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവരണം, അദ്ദേഹത്തെ മത്സരിപ്പിക്കണം. കാരണം കോൺഗ്രസ് I ഗ്രൂപ്പിന് വലിയ വേരോട്ടമുള്ളൊരു സ്ഥലമാണ് പാലക്കാട് ജില്ല. ആ ജില്ലയിൽ അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ മത്സരിച്ചാൽ ജയം അനായാസം എന്ന് ഒരു ശ്രുതി, അങ്ങനെ ഒരു പറച്ചിൽ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ സമർത്ഥമായിട്ട് VD സതീശനും KC വേണുഗോപാലും ചേർന്ന് കെ മുരളീധരനെ വെട്ടി അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവരക്തത്തെ കൊണ്ടുവന്നു. ഷാഫി പറമ്പിലിനും അതിൽ വലിയ പങ്കുണ്ട്. ഷാഫിയുമായിട്ട് രാഹുൽ നല്ല അടുപ്പത്തിലാണ്, ഷാഫിയുടെ ഗ്രൂപ്പുകാരനാണ്. അതുകൊണ്ട് ഷാഫി അവിടെ രാഹുലിൻ്റെ പേര് പറഞ്ഞു, രാഹുൽ അവിടെ മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. ഒരു പക്ഷേ കെ മുരളീധരനാണ് മത്സരിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. അത് നമുക്ക് മത്സരിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. അതാ അന്ന് ഈ കെ മുരളീധരൻ അവിടെ സീറ്റ് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ തന്നെ അദ്ദേഹം നേരെ വണ്ടി കയറി വട്ടിയൂർക്കാവിലേക്ക്. വട്ടിയൂർക്കാവിൽ MLA ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ വടകരയ്ക്ക് പറഞ്ഞു വിടുന്നത്. 2019 മോദി താഴെ വീഴും, രാഹുൽ പ്രധാനമന്ത്രിയാകും, കെ മുരളീധരൻ കേന്ദ്രമന്ത്രിയാകും എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ച് അങ്ങോട്ട് വിട്ടത്. അത് ആ പ്രലോഭിപ്പിച്ച് വിട്ട ആൾക്കാർക്കൊക്കെ പല ഉദ്ദേശങ്ങളുണ്ട്. അത് കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ വടകരയിൽ നിന്ന് ജയിച്ച് മുരളീധരൻ ലോക്സഭയിലെത്തിയെങ്കിലും പ്രതിപക്ഷ ബെഞ്ചിലിരിക്കാനായിരുന്നു അദ്ദേഹത്തിന് യോഗം. ഇപ്പോഴിതാ അദ്ദേഹം ഈ പാലക്കാട് കൂടെ സീറ്റ് കിട്ടില്ല എന്ന് മനസ്സിലായതും തിരിച്ച് പഴയ തട്ടകത്തിലേക്ക് അദ്ദേഹം വന്നു, വട്ടിയൂർക്കാവ്. ഇനി ചത്താലും ശരി, ഇനി എന്ത് സംഭവിച്ചാലും വട്ടിയൂർക്കാവ് വിട്ടു പോകില്ല എന്ന് പറഞ്ഞ് മണ്ഡലത്തിലുടനീളം ഫ്ലെക്സ് വരെ അടിച്ചു വെച്ചു, കെ മുരളീധരൻ മടങ്ങിയെത്തിയിരിക്കുന്നു എന്ന്. ശരിയാണ്, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ അദ്ദേഹത്തിന് സ്വാധീനമുണ്ട്. അദ്ദേഹം മത്സരിച്ചാൽ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
പക്ഷേ കോൺഗ്രസ് നേതൃത്വം അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുക്കുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പഴയ പടക്കുതിരകളെ ഒന്നൊന്നായിട്ട് വെട്ടി മാറ്റുകയാണ്, വെട്ടി നിരത്തുകയാണ് കോൺഗ്രസ്. വി ഡി സതീശനെ സംബന്ധിച്ചും കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചും അവരുടെ സീനിയറായിട്ടിരിക്കുന്ന ആൾക്കാരെ പതുക്കെ പതുക്കെ അവർ ഈ ചിത്രത്തിൽ നിന്ന് മായ്ച്ചു കളയുന്ന ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ഒരു പ്രവണതയാണ് കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ഈ പഴയ ആൾക്കാരെ, മുതിർന്ന നേതാക്കളെ ഒന്നൊന്നായിട്ട് ഒതുക്കുകയാണ്. പകരം ആ സ്ഥാനത്തേക്ക് അവർ ചെറുപ്പക്കാരെ കൊണ്ടുവരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ളവർ, ഷാഫി പറമ്പിലിനെ പോലെ, അബിൻ വർക്കിയെ പോലെ ചെറുപ്പക്കാരുടെ ഒരു തള്ളിക്കയറ്റം കോൺഗ്രസ്സിൽ ഉണ്ടാകുന്നുണ്ട്. അത് നിശബ്ദമായിട്ടാണ് അത് നടക്കുന്നത്, വലിയ ബഹളമൊന്നുമില്ല. അതേസമയം നമുക്കറിയാം, ഇപ്പോൾ ഒരു കാലത്ത് CPM-നുള്ളിലായിരുന്നു ഇങ്ങനെ ചെറുപ്പക്കാർ ധാരാളമായിട്ട് വന്ന് കയറിക്കൊണ്ടിരുന്നത്. SFIയിലൂടെയും DYFIയിലൂടെയും ഒക്കെ വരുന്ന ചെറുപ്പക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ ചെറുപ്പക്കാരുടെ എണ്ണം CPM-നുള്ളിൽ വളരെ കുറയുകയും അതേസമയം കോൺഗ്രസ്സിൽ അവരുടെ എണ്ണം കൂടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊരു മാറ്റമാണ്, ഒരു ദിശാമാറ്റമാണ് കോൺഗ്രസിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പത്മജയിലൂടെ അങ്ങനെ ഒരു ഉന്നത പദവി ലഭിക്കുകയാണെങ്കിൽ വലിയ സന്ദേശമാണല്ലോ BJP നൽകുന്നത്. തീർച്ചയായിട്ടും BJP വല വിരിച്ചിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് കെ മുരളീധരനെ പോലെ പാരമ്പര്യമുള്ള KPCC പ്രസിഡന്റൊക്കെ ആയിരുന്ന ആൾക്കാർ നമുക്കറിയാം. മഹാരാഷ്ട്ര PCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നയാൾ ഇന്ന് BJP-യിലാണ്. ആസാമിൽ കോൺഗ്രസിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നയാൾ ഇന്ന് BJP-യിലാണ്. അദ്ദേഹം ഇന്ന് ആസാമിൻ്റെ BJP-യുടെ മുഖ്യമന്ത്രി ആണ്, അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തൃണമൂലിൻ്റെ ആക്രമണം ഭയന്ന് അവിടെ രക്ഷയില്ലാതെ ഓടി CPM-ന്റെ പല നേതാക്കളും ഓടി BJP-യിൽ വന്നു ചേർന്ന കാഴ്ച നമ്മൾ ബംഗാളിൽ കണ്ടു. ഇങ്ങനെ രാജ്യത്തെമ്പാടും ഈ കോൺഗ്രസ്സിന് വലിയ തകർച്ച നേരിട്ടപ്പോൾ, CPM-നും തകർച്ച നേരിട്ടപ്പോൾ, ത്രിപുരയിൽ നമുക്കറിയാം CPM-ന്റെ പല നേതാക്കളും ഇന്ന് BJP-യിലാണ്. അവർക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ കെ മുരളീധരനെ പോലെ ഉള്ളവർക്ക് ഇനി ഒരു ആശ്വാസം, അവർക്ക് നിന്ന് പയറ്റാൻ ഒരു തട്ടകം, ഒരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം ഇനി BJP ആണ് അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഇനി കോൺഗ്രസ് നിന്നതുകൊണ്ട് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്കറിയാം കോൺഗ്രസ് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂരിൽ ഒരു സാധാരണ വിജയമാണെങ്കിൽ അതുകൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല. കാരണം നിലമ്പൂർ വളരെ പണ്ടു തൊട്ടേ ഒരു കോൺഗ്രസ് മണ്ഡലമാണ്. അത് നിലനിർത്തി എന്ന് മാത്രമേ ഉള്ളൂ. അൻവറിൽ നിന്ന് അത് തിരിച്ചു പിടിച്ചു. അവിടെ CPM പോലും ഒരു ഫാക്ടർ അല്ല, അൻവർ ആയിരുന്നു അവിടുത്തെ ഫാക്ടർ. ആ അൻവറിൽ നിന്ന് ആ മണ്ഡലം അവർ തിരിച്ചു പിടിച്ചു. മൃഗീയ ഭൂരിപക്ഷത്തിൽ, ഏതാണ്ട് ഒരു 10-30,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് ജയിക്കുകയാണെങ്കിൽ മാത്രം കോൺഗ്രസ്സിന് വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് ഒരു സേ ഉണ്ട് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം കോൺഗ്രസ് ചിലപ്പോൾ സീറ്റുകളൊക്കെ കൂടുതൽ നേടിയേക്കാം, പക്ഷേ ഒരു പിണറായിയുടെ തുടർഭരണം എന്ന ആ സ്വപ്നത്തിന് തടയിടാൻ കോൺഗ്രസ്സിന് എത്ര കണ്ട് സാധിക്കും എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ കെ മുരളീധരനെ പോലൊരു നേതാവിന് ഭാവിയിൽ അദ്ദേഹത്തിനൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ അദ്ദേഹം കെ മുരളീധരൻ മാത്രമല്ല, രമേശ് ചെന്നിത്തലയെ പോലെയൊക്കെയുള്ള മുതിർന്ന നേതാക്കളെ എല്ലാവരെയും നമ്മൾ എടുത്തു നോക്കിയാൽ അവർക്ക് ഇനിയൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ അത് BJP-യോടൊപ്പം നിൽക്കുന്നതായിരിക്കും നല്ലത്. കുറഞ്ഞ പക്ഷം ഈ കേന്ദ്രത്തിലേക്കെങ്കിലും അവർക്ക് ഏതെങ്കിലും, ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി 4 വർഷമുണ്ട്. ആ 4 വർഷം വലിയ കാലയളവൊന്നുമില്ല. അത് കഴിഞ്ഞ് അവർ മത്സരിച്ചാൽ, ഒരുപക്ഷെ ജയിച്ചാൽ അവർക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം വരെ കിട്ടിയേക്കാം. അതിനുള്ള സാധ്യതയുണ്ട്. BJP വാതിലുകൾ മലർക്ക തുറന്നിട്ടിരിക്കുകയാണ്. അമിത്ഷായുടെ തന്ത്രം തന്നെ അതാണ്. കോൺഗ്രസ്സിലെയും CPM-ലെയും മറ്റു പാർട്ടികളിലെയും പ്രഗത്ഭരായ പാരമ്പര്യമുള്ള നല്ല നേതാക്കളെ, രാഷ്ട്രീയം അറിയുന്നവരെ BJP-യിൽ എത്തിക്കുക, BJP പാളയത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തന്ത്രം. അങ്ങനെ കൊണ്ടുവന്നവരാരും മോശക്കാരായില്ല. അത് മഹാരാഷ്ട്രയിലാണെങ്കിലും ആസാമിലാണെങ്കിലും ഒക്കെ BJP-ക്ക് അവർ നേട്ടങ്ങൾ മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ. അതുപോലെ കേരളത്തിലും ഒരു വലിയ ദിശാമാറ്റം സംഭവിക്കാൻ അതിലൂടെ സാധിക്കും എന്നുള്ള കണക്കുകൂട്ടലാണ് അമിത്ഷായ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത്തരം കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുമെന്നും തീർച്ചയാണ്. കെ മുരളീധരനെ പോലെയുള്ള നേതാക്കൾ അതിൽ വീഴുമോ, ആ വലയിൽ വീഴുമോ ഇല്ലയോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. അത് നമുക്ക് കാത്തിരുന്ന് കാണുകയേ നിർവാഹമുള്ളൂ.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.